ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓറാന്ന് എനിക്കറിയാം, പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. ആൾക്കാർ പറയും വീഡിയോ ചെയ്യുമ്പോൾ എനർജി വേണം, എനർജി ഇല്ലെങ്കിൽ ഒരു ഗുമ്മില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ഞാൻ പറയാം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ബേസിക്കലി ഒരു വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത +2 പാസ്സാണ് ഞാൻ. ഭയങ്കര എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരാളൊന്നുമല്ല. ഞാൻ യൂറോപ്പിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കുറേയൊക്കെ അബദ്ധങ്ങൾ പറ്റി. ആ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു എപ്പിസോഡിനകത്ത് പാർട്ട് 3 വീഡിയോ ആണിത്. നമ്മൾ പാർട്ട് 1ഉം 2ഉം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവരെ കയറി കാണുക. യൂറോപ്പിലൊക്കെ പോകാൻ നിൽക്കുന്ന പാവത്തങ്ങളായിട്ടുള്ള വീട്ടിൽ നിങ്ങൾക്ക് ഒത്തിരി പൈസയൊക്കെ റിച്ചുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, റിച്ചായിട്ട് പൈസയൊക്കെ ചില സിമ്പിളാണ്, പൈസ പുല്ല് വില അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കണ്ട. പാവപ്പെട്ട വീട്ടിലെ പിള്ളേരൊക്കെ പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. 10-20,000 രൂപയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞു നിർത്തിയത് പാസ്പോർട്ടിന് ഇമ്പോർട്ടൻസ്, എങ്ങനെ പാസ്പോർട്ട് എടുക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, വെറുതെ ആവശ്യമില്ലാതെ പൈസ എമർജൻസി പാസ്പോർട്ടിന് കൊണ്ട് തുലയ്ക്കരുതെന്നുള്ള രീതിയിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞു നിർത്തിയത്. ഫാനിടാം, ഭയങ്കര ചൂട്, ഇല്ല ഞാൻ വീർത്ത് ഒട്ടിപ്പോവും. അപ്പം ഗൈസ്, ഇന്ന് നമ്മൾ പാസ്പോർട്ട് എടുത്ത് നമ്മൾ ഇന്നലെ പാസ്പോർട്ട് എല്ലാം എടുത്ത് എല്ലാ അപേക്ഷ എല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി പാസ്പോർട്ട് എല്ലാം കൈ കിട്ടിയിട്ടുണ്ട്. വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് പാസ്പോർട്ട് എല്ലാം കൈ കിട്ടി. അടുത്തത് വേണ്ടതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂറോപ്പിലോട്ട് പോകുമ്പം മസ്റ്റായിട്ട് വേണ്ട ഒരു യൂറോപ്പ CV ആണ്. നല്ലൊരു കഫേ പോവുക. കണ്ട അപ്പന്മാരിരിക്കുന്ന കഫേയിൽ മണ്ടനും അടകൂടനും ഇരിക്കുന്ന കഫേ പോകണമെന്ന് ഞാൻ അങ്ങനെ പോകരുതെന്നേ പറയത്തുള്ളൂ. അവർക്ക് യൂറോപ്പ CV എന്താണെന്ന് അറിയാത്ത ആൾക്കാരായിരിക്കും, എല്ലാവരും അല്ല. ഞാൻ പോയ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ CV സാധാരണ വെള്ള പേപ്പർ എടുത്ത് തന്നെ തീംസൊക്കെയാണ്, അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെ കൂടെ അടുത്ത് പോയി എടുക്കാതിരിക്കുക. നല്ല പയ്യന്മാരും ചേട്ടന്മാരും ഒക്കെ ഇരിക്കുന്ന ചേച്ചിമാർക്ക് അറിവുള്ളവരുടെ പോയി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മോർ ദാൻ ബെറ്റർ ആയിരിക്കും അത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ഇത് നിങ്ങളുടെ യൂറോപ്പസിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എഡിറ്റ് ചെയ്യാനും കുന്തത്തിനും ഒക്കെ കൊണ്ട് നടക്കേണ്ടി വരും. മെനക്കേടാണ്, വള്ളിയാണ്, തൊല്ലയാണ്. പിന്നത്തെ കാര്യം, യൂറോപ്പ CV എടുക്കാൻ നേരത്ത് ആ യൂറോപ്പ CV ഒരു ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും തരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക വാട്സപ്പ് ഒരു PDF ഫയലായിട്ടായിരിക്കും തരുന്നത്. അത് നിങ്ങൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും സേഫായിട്ട് അയച്ചു കൊടുത്തേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവിനകത്ത് സേവ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഈ സാധനം പോയി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാൻ നടക്കുന്നത് മെനക്കാണ്. ഒരു ദിവസം പോകുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി എൻ്റെ അനുഭവത്തിൽ വന്നത്. ഒരു ദിവസം പോകുന്നതിലല്ല നമുക്ക് വിഷമം, ഇത് നമുക്ക് ചെകുത്തേട് ഇതിനകത്ത് എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്നൊന്നും നമുക്കറിയാം. ഇത് സ്കാൻ ചെയ്യണം. ഈ യൂറോപ്പ CV ഇതെല്ലാം ഡോക്യുമെൻറ്റ് സബ്മിഷനകത്ത് വരുന്ന സംഭവമാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് പോകുന്നത്. സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ പോകുമ്പം നമ്മുടെ അവിടുത്തെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കണം. യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുന്ന നേരത്ത് അവർ ഇത് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതുപോലൊക്കെ ക്വാളിറ്റിയുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഈ യൂറോപ്പാസ് CV എന്നൊരു സാധനം അത്രയ്ക്ക് വാല്യുവബിൾ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ ഫോട്ടോ ഒക്കെ നല്ല ചിരിച്ച് സുന്ദര കുട്ടപ്പനായിരിക്കുന്ന ഫോട്ടോ ഒക്കെ അതിനകത്ത് വെച്ചേക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. പിന്നെ നിങ്ങളുള്ള കാര്യങ്ങൾ മാത്രം CVക്കകത്ത് കൊടുക്കുക. കള്ള സർട്ടിഫിക്കറ്റോ കള്ളത്തരങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുക. നമ്മൾ പോകാൻ പറ്റിയില്ലെങ്കിലും കള്ളത്തരം കാണിച്ച് നമ്മൾ പോകുന്നതിനേക്കാളും ഭേദം അവരെ പൊക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ജീവിതകാലത്ത് പോകാൻ പറ്റത്തില്ല. ഉള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എനിക്ക് +2 വരെ ഉള്ളൂ, അത് കൊടുക്കുക, പോവുക. 10ൻ്റെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എല്ലാം യൂറോപ്പ CV എടുക്കാൻ പോകുമ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. നമുക്ക് ഇവിടെ പോയാലും ഡോക്യുമെൻറ്റ്സ് മൊത്തം കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾ വീട്ടിലോട്ടൊക്കെ ഓടാൻ നടക്കേണ്ടി വരും. യൂറോപ്പ CV എടുത്ത് എല്ലാം അവർ ഡോക്യുമെൻ്റ് അയച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സേവ് ചെയ്യുക, പക്കയായിട്ട് വെക്കുക. വേണമെങ്കിൽ ഒരു നല്ല കളർ പ്രിൻറ്റ്, നല്ല ക്വാളിറ്റി ഒരു കളർ പ്രിൻറ്റും കൂടെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂറോപ്പ CV റെഡിയായി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ യൂറോപ്പ CV നമ്മൾ എന്തെങ്കിലും റെഡിയാക്കിയിട്ടുണ്ട്. നാളെ നമുക്കിനി എന്തെങ്കിലും റെഡിയാക്കണം. അതിനേക്കാളും മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇൻഫർമേറ്റീവ് ആവുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ചോദിക്കുക പറയാനുള്ളത്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ റിപ്ലൈ ചെയ്യും. എനിക്കതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഗൈസ്. അപ്പോൾ ഓക്കെ.